അങ്ങ് ദൂരെ നിന്നും മണിനാദം കേൾക്കാം. കൈ നിറയെ സമ്മാനവുമായാണ് ആ വരവ്. ചെറിയ ബോട്ടിൽ നിന്ന് ക്രിസ്മസ് ഗാനങ്ങൾ കേൾക്കാം. മാസങ്ങൾ നീണ്ട കാത്തിരിപ്പ്. കുഞ്ഞു മനസ്സിൽ പുഞ്ചിരി വിടർന്നു. സമ്മാനവുമായി ആമസോണസിലെ ആളുകൾക്കിടയിലേക്കാണ് ഈ യാത്ര. വരൾച്ചയുടെ അറ്റത്താണിവർ. അതിജീവനത്തിന്റെ പാതയിൽ സ്വപ്നങ്ങൾ പാതി വഴിയിലെങ്ങോ നഷ്ടമായി. എങ്കിലും ആശ്രയമായി വോളണ്ടിയേഴ്സ് വരും. ഓരോ ക്രിസ്മസും ഓരോ പ്രതീക്ഷയാണ്. പറയാൻ ഒന്നു മാത്രം ബാക്കി. അടുത്ത ക്രിസ്മസിന് വേഗം വരില്ലേ? ഇന്റർനാഷണൽ ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്. തത്സമയം കവിത ചേരുന്നു. കവിത, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ക്രിസ്മസ് ഉണ്ട്, ആഘോഷമുണ്ട്. ആഘോഷമില്ലാത്ത കുറേ മനുഷ്യരെ കൂടി, അല്ലെങ്കിൽ ആഘോഷിക്കാൻ കഴിയാത്ത മനുഷ്യരെ കൂടി നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ടാണിതെന്ന് തോന്നുന്നു. നമ്മൾ ആഘോഷമല്ലേ, സന്തോഷമല്ലേ, സമ്മാനങ്ങളില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴും ആഘോഷിക്കാൻ കഴിയാത്ത ഒരുപാട് പേർക്ക് അവർക്കിടയിൽ പ്രതീകമായി നിൽക്കുന്നു ഈ കുഞ്ഞുങ്ങൾ. പറയൂ കവിത. മോദി, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം ക്രിസ്മസ് ആയതോടുകൂടി നമ്മുടെ നാട്ടിലും ലോകമെമ്പാടും ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. അപ്പോൾ എല്ലായിടത്തും ജിംഗിൾ ബെൽസും സാന്താക്ലോസും ഒക്കെയാണ് ഇപ്പോൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. നമുക്കറിയാം, റോഡിൽ കൂടി പോവുകയാണെങ്കിൽ തന്നെ റോഡിൻ്റെ സൈഡുകളിലൊക്കെ സാന്താക്ലോസിൻ്റെ തൊപ്പി, വസ്ത്രങ്ങൾ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ കുട്ടികളുമൊക്കെ സ്കൂളിൽ പോയിട്ട് ആഘോഷിക്കുന്ന ചിത്രങ്ങളൊക്കെയാണ് വാട്സപ്പുകളിലൊക്കെ കാണാറുള്ളത്. ഇതിപ്പോൾ ആമസോൺ വനാന്തരങ്ങളിൽ താമസിക്കുന്ന ഒരു ട്രൈബൽ ഗ്രൂപ്പിൽ അവിടുത്തെ കുട്ടികൾക്ക് നമുക്കറിയാം ആമസോൺ വനാന്തരങ്ങൾ എന്ന് പറയുന്നത് വരൾച്ചയുടെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പം അവിടുത്തെ കുട്ടികൾക്ക് അവരുടെ ജീവിതം തിരിച്ചു പിടിക്കുക, കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും, അവിടെ അതിജീവനത്തിൻ്റെ പാതയിലാണ് അവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ സന്തോഷങ്ങളൊക്കെ തിരിച്ചു പിടിക്കാൻ അവർ കഷ്ടപ്പെടുന്നൊരു സമയം കൂടിയാണ്. അപ്പോൾ അവിടുത്തെ കുഞ്ഞു മക്കൾക്ക് അവർക്ക് ക്രിസ്മസ് തരുന്നൊരു സന്തോഷം. അവിടുത്തെ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പാണ്, ഫ്രണ്ട്സ് ഗ്രൂപ്പ് എന്ന് പറയുന്നൊരു ഫ്രണ്ട്സ് ഗ്രൂപ്പാണ്. അതിലെ വോളണ്ടിയേഴ്സ് ഇത്തവണ സാന്താക്ലോസിൻ്റെ വസ്ത്രമൊക്കെ അണിഞ്ഞ് കുട്ടികൾക്ക് കൈനിറയെ സമ്മാനങ്ങളും ഒക്കെ ആയിട്ട് അവിടുത്തെ നീഗ്രോ റിവർ എന്നാണ് പറയുക, ഈ റിവർ താണ്ടി കടന്നിട്ട് കുട്ടികളുടെ അടുത്തേക്ക് വരുന്നൊരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമുക്കും മനസ്സിന് വളരെ സന്തോഷം നൽകുന്ന, അതിജീവനത്തിൻ്റെ പാതയിലായിരിക്കുന്ന കുഞ്ഞുമക്കൾക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരുപാട് സമ്മാന പൊതികളുമൊക്കെ ആയിട്ട് വന്ന അവരോടൊപ്പം ഫുട്ബോളൊക്കെ കളിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. നമുക്കും വളരെ സന്തോഷം തരുന്ന, നമ്മുടെ മക്കളെ പോലെ തന്നെ അവരും ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് എന്ന് കാണുമ്പോൾ, ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷമാണ് മോത്തി തരുന്നത്.